മഹത്തായ ഒരു വിദ്യ കയ്യിലുള്ള ദ്രോണൻ അതുകൊണ്ട് അത് വിൽക്കാൻ തൻ്റെ വിദ്യാഭ്യാസത്തെ വിൽക്കാൻ ഉപയോഗിച്ചില്ല എന്നുള്ളത് ദ്രോണരുടെ വലിയ ത്യാഗമായിട്ടും മഹത്വമായിട്ടും നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാവുന്ന ഒരു മാതൃകയാണോ അതെന്നാണ് ഞാൻ ചോദിച്ചത്. ആണ്. നിങ്ങൾ ഇവിടുത്തെ പണം മുടക്കി ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം മുടക്കിയിട്ടാണ് ഈ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഡോക്ടർമാരെ ഉൽപ്പാദിപ്പിച്ച് വിടുന്നത്. ഡോക്ടർ വിടുന്നപ്പോൾ തന്നെ ഒരു എന്താ അതിന് പറയുന്നത്, വിസയും എടുത്തിട്ട് നേരെ അമേരിക്കയിൽ പോയി അവൻ 10 ലക്ഷം രൂപ ശമ്പളവും വാങ്ങിച്ച് അവിടെ ജീവിക്കാനാണെങ്കിൽ അവന് ഈ രാജ്യത്തോട് എന്താ കടമയുള്ളത്? അവൻ്റെ സംസ്കാരത്തോട് എന്താണ് ഒരു കർത്തവ്യം അനുഷ്ഠിക്കാനുള്ളത്? അവനെ പണം കൊടുത്ത് പഠിപ്പിച്ച ആളുകളോട്, സാധാരണക്കാരോട് അവന് എന്ത് തരത്തിലുള്ള പ്രത്യുപകാരമാണ് അവന് മടക്കി നൽകാനുള്ളത്? ശമ്പളം മോഹിച്ചു പോകരുത്, വലിയ ധനം മോഹിച്ചു പോകരുത്. ധനം കൊണ്ട് ഒരിക്കലും യയാതി പറയും, യയാതി ഈ പൂരുവിന് തൻ്റെ ജരാനരകൾ കൊടുത്തിട്ട് യൗവനം വാങ്ങിയല്ലോ. അങ്ങനെ യൗവനം വാങ്ങി അദ്ദേഹം സുഖിച്ച് ജീവിച്ച് കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് തോന്നി ഒരിക്കലും സുഖം അനുഭവിച്ച് മനുഷ്യന് സംതൃപ്തനാവാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് അഗ്നിയിലേക്ക് നെയ്യൊഴിച്ചു കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് സുഖം അനുഭവിച്ച് ആ സുഖത്തിൽ മതിവരിക എന്നത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് യയാതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് മകനെ വിളിച്ച് വാർദ്ധക്യം വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം വാങ്ങിയിട്ട് യൗവനം തിരിച്ചു കൊടുത്തു. എന്നിട്ട് തപസ്സിന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും നാം ധനത്തിൻ്റെ പിന്നാലെ പോയിട്ട് നമുക്ക് സംതൃപ്തനാവാൻ സാധ്യമല്ല. ധനം സമ്പാദിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ ധനത്തിനോട് ആസക്തി പാടില്ല. നമ്മുടെ രാജ്യത്തിന് സേവനം ആവശ്യമായിരിക്കെ നമ്മുടെ ആളുകൾ വിദേശങ്ങളിൽ പോയി സേവനം ചെയ്യുന്നത് ശരിയല്ല. ഇപ്പോൾ അതുപോലെ ഉള്ള വിദ്യാഭ്യാസമില്ലാത്തവർ കൈത്തൊഴിലിന് പോകുന്നത് പോലെ അല്ലാതെ, അങ്ങനെ കൈത്തൊഴിലിന് പോകുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. അതുപോലെയല്ല, രാഷ്ട്രം പണം മുടക്കി പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി ഡോക്ടർ ബിരുദം, വൈദ്യബിരുദം കയ്യിൽ കിട്ടിയതിന് ശേഷം അമേരിക്കയിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ പോയി തൊഴിൽ ചെയ്യുന്നത് അത് തൊഴിലിൻ്റെ ഒരു മഹനീയതയുടെ വശമാണെന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. അവർക്കങ്ങനെ പോകാമെങ്കിലും പോകാതിരിക്കാനുള്ള മനോഭാവം അവർക്കുണ്ടാകുകയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടാവാത്തത് അവർ രാജ്യത്തെക്കുറിച്ച് ഗണിക്കാത്തത് കൊണ്ടാണ്, ജനങ്ങളോടൊരു ബാധ്യത തോന്നാത്തത് കൊണ്ടാണ്. രാജ്യത്തോടും ജനങ്ങളോടും ബാധ്യത തോന്നണമെന്ന് അവരോട് ആരും പറയുന്നില്ലേ? ആര് പറയുന്നു? ആ പോകുന്നവരുടെയും കുറ്റമല്ല. രാജ്യത്തിന് തങ്ങളുടെ സേവനം അർപ്പിക്കേണ്ടതാണ്, രാജ്യത്തിന് വേണ്ടിയാണ് തങ്ങളെ പരിശീലിപ്പിക്കുന്നതെന്ന് അവരോട് ആരും പറഞ്ഞിട്ടില്ല. അത്രയും കാലത്തെ പഠനത്തിനുള്ളിൽ മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? വല്ല ഭരണഘടനയൊക്കെ എടുത്ത് വായിച്ചാൽ അങ്ങനെ തോന്നാമെന്നുള്ളതല്ലാതെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവണമെന്ന തരത്തിൽ ഇപ്പോൾ നമ്മുടെ പൊതു സമ്പത്ത് എന്ത് സമരം ചെയ്താലും എന്ത് പ്രകോപനം ഉണ്ടായാലും നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് ആര് പഠിപ്പിക്കുന്നവരെ? ആരും പഠിപ്പിക്കുന്നില്ല. ആരാ പഠിപ്പിക്കേണ്ടത്? രാഷ്ട്രീയ പാർട്ടികളാണ് അവരെ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പോയിട്ട് രാഷ്ട്രത്തിൻ്റെ സമ്പത്തൊന്നും നശിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് നശിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ ഈ പാർട്ടിയുടെ നേതാവായ എൻ്റെ വീട് വന്ന് നിങ്ങൾ കത്തിക്കേ എന്ന് പറഞ്ഞു കൊടുക്കാത്തത് എന്താ? അങ്ങനെ പറഞ്ഞു കൊടുക്കാറ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, BJPയുടെ നേതാവ്, പിന്നെ വേറെ ഏതെങ്കിലും പി ഉണ്ടെങ്കിൽ ആ പിയുടെ നേതാവ് അവർ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കത്തിക്കണമെന്നൊരാഗ്രഹം തോന്നുമ്പോൾ നിങ്ങളൊന്ന് എൻ്റെ വീട് കത്തിക്കുക എന്നതേ പറയാത്തത്. പൊതുസ്വത്താണ് കത്തിക്കുന്നത്. ഈ പൊതുസ്വത്ത് കത്തിച്ച് കളയരുത്, നശിപ്പിക്കരുത് എന്നൊരു ബോധം വിദ്യാർത്ഥികളിൽ ഇനിയും വളർത്തിയെടുക്കാൻ, സ്വാതന്ത്ര്യം കിട്ടി 10-20 വർഷമായിട്ടും ഇനിയും വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം എന്തു തരത്തിലുള്ള ജനതയാണ്? എന്ത് അധപ്പതിച്ച ജനതയാണ്? എന്ത് ധർമ്മബോധമില്ലാത്ത ജനതയാണ്? യുവജനങ്ങളുടെ നേരെ യാതൊരു കരുതലുമില്ലാത്ത ഒരു ജനത മാത്രമേ ഇത് ചെയ്യൂ, അല്ലാതെ ആരും ചെയ്യില്ല. ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്? നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഗവൺമെൻറ്റിന് എതിരെയാണ്. എന്താ തിരഞ്ഞെടുത്ത് വിട്ടു? നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടതല്ലേ ആ ഗവൺമെൻറ്റിനെ? നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട നമ്മുടെ ജനപ്രതിനിധികൾ, നമുക്ക് താല്പര്യവും സ്നേഹവും ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ ചെന്നുണ്ടാക്കിയതാണ് ആ ഗവൺമെൻറ്. അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം, എങ്കിലേ അവരെ മാറ്റാൻ ഒക്കുള്ളൂ. അല്ല അതിനിടയ്ക്ക് കയറിയിട്ട് നമ്മളോട് തന്നെ സമരം ചെയ്യലാണ്, നമ്മുടെ ഗവൺമെൻറ്റിനോട് സമരം ചെയ്യൽ. ഞാൻ സമരം ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. സമരത്തിൻ്റെ അർത്ഥവും സമരത്തിൻ്റെ വ്യാപ്തിയും സമരത്തിൻ്റെ തത്വശാസ്ത്രത്തിനും നമ്മുടെ പുതിയ സാഹചര്യത്തിൽ, പുതിയ ജീവിത സാഹചര്യത്തിൽ, പുതിയ പുരോഗതിയുടെ പ്രമാണവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സമര രീതികളിൽ മാറ്റം വരുത്തണം. ജപ്പാനിൽ എങ്ങനെയാണ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്? ഒഴിവ് ദിവസങ്ങളിലും കൂടി പണിയെടുത്തിട്ടാണ്.
തൊഴിലാളികൾ. ഒഴിവ് അവരെടുക്കില്ല. അത് ഗവൺമെൻറ്റിന് വലിയ കുറച്ചിലാണ്. ഗവൺമെൻറ്റിന് അതുപോലെ അവമാനകരമായി ഒന്നില്ല. പക്ഷെ നമ്മുടെ ഗവൺമെൻറ്റുകൾ എന്തും ഭൂഷണമാണെന്ന് കരുതുന്നു. ഇത്ര നാണമില്ലാത്ത, കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്ക് കെട്ടിയൊന്നുമില്ല, കാണ്ടാമൃഗത്തിൻ്റെ തൊലിയുടെ കെട്ടിയേക്കാൾ കൂടുതൽ ആനയുടെ തൊലിയുടെ കെട്ടിയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സങ്കല്പം വന്നതെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ നിർലജ്ജമാവാൻ പാടുണ്ടോ ഒരു തിരഞ്ഞെടുത്ത് വിടുന്ന ഗവൺമെൻറ് ലോകത്തിൽ എവിടെയെങ്കിലും? ഇത്രയും നിർലജ്ജത പാടില്ല. അല്ല, പലപ്പോഴും ഇത്തരം സമരങ്ങളെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സമരങ്ങൾക്ക് കാരണമാവുന്നത് ഈ പ്രവണതയുടെ തന്നെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ സമരം ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ഈ സമരത്തിനോടുള്ള അല്ലെങ്കിൽ സമരങ്ങളോടുള്ള സർക്കാരുകളുടെ അല്ലെങ്കിൽ ഭരണ നേതാക്കന്മാരുടെ സമീപനമാണ്. ഈ അനിശ്ചിതകാലത്തെ ഉപവാസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഒരു അനിശ്ചിതകാല ഉപവാസം ആകർഷിക്കാത്ത ശ്രദ്ധ, സർക്കാരിൻ്റെ അല്ലെങ്കിൽ അധികൃതരുടെ ശ്രദ്ധ ഒരു ബസ് കത്തിച്ചാലുണ്ടാവും. പൊതുമുതൽ നശിപ്പിക്കുന്നതാണ് സമരമാർഗമെന്ന്, ആ സമരം മാത്രമേ ഫലപ്രദമാവൂ എന്നും ഭരണത്തിലിരിക്കുന്നവർ പോലും അംഗീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതല്ലാതെ മറ്റെന്ത് മാർഗമാണ്? ഫലമൊന്നും ഉണ്ടാകുന്നില്ല. ചില വാഗ്ദാനങ്ങൾ കൊടുക്കും. ആ വാഗ്ദാനങ്ങൾ കിട്ടാൻ വേണ്ടി ഇവർ കാത്തിരിക്കണം അതിൽ നിന്ന് മാറാൻ. അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ആ ഫലം ഉണ്ടാകും. എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു? കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ചില വാഗ്ദാനങ്ങൾ കൊടുക്കും, ചില ചർച്ചകൾ നടക്കും, ചില സന്ധി നാടകങ്ങൾ നടക്കും, അതിൽ ചില വാഗ്ദാനങ്ങൾ കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ പത്രക്കാരും വിടും, ജനങ്ങൾ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടുകൊണ്ട് ഇരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ. അത് പത്രക്കാർ നിങ്ങൾ അതങ്ങോട്ട് വിസ്മരിച്ച് കളയും. പിന്നെ അതിനെക്കുറിച്ച് ചോദ്യമൊന്നുമില്ല. പിന്നെ അടുത്ത പുതിയ കാര്യത്തിലേക്കാണ് ശ്രദ്ധ പോകുന്നത്. അല്ലാതെ അതുകൊണ്ട് കാര്യമായ നേട്ടമുണ്ടാകുന്നു എന്ന് പറയാനൊക്കില്ല. നേട്ടമുണ്ടാകുന്നു എന്ന് പറയേണ്ടത് അത് ചെയ്തവരുടെയും ചെയ്യിച്ചവരുടെയും കർത്തവ്യമായതുകൊണ്ട് അവരങ്ങനെയും പറയുന്നതേ ഉള്ളൂ. എന്ത് വലിയ വ്യത്യാസമാണ് ഇവിടുത്തെ അത്തരം സേവനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതെന്നും ഉണ്ടാകുന്നില്ല. ചെറിയ ശമ്പള വർധനയ്ക്കൊക്കെ പറ്റും, അത്രയേ ഉള്ളൂ. ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതെന്നുമല്ല പറയുന്നത്. അതുപോലെ നേരത്തെ ലക്ഷ്മി ഉന്നയിച്ച ആ തൊഴിലിൻ്റെ മഹത്വം, അത് വ്യാസൻ്റെ പ്രവൃത്തി സാധൂകരിക്കുകയാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് മാഷ് പറയുണ്ടായി. നമ്മുടെ സമൂഹത്തിൻ്റെ ചെലവിൽ അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ വിദ്യാഭ്യാസം നേടിയതിന് ശേഷം പുറത്തുപോയി ധനസമ്പാദനം നടത്തുന്ന പ്രവണത അത് വർദ്ധിച്ചു വരികയാണ്. ഈ പറയുന്ന ഈ മസ്തിഷ്ക പ്രവാഹം, ഈ ബ്രെയിൻ ഡ്രെയിൻ, അതിനെക്കുറിച്ച് വളരെയേറെ വ്യാകുലപ്പെടുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ, ഇന്നത്തെ ഭാരതത്തിൽ ഭരണതന്ത്രജ്ഞനും സമൂഹവും ഉൾപ്പെടെ ഏറ്റവും ആദരിക്കുന്നത് ഈ വിദേശത്ത് പോയി ധനസമ്പാദനം നടത്തുന്ന നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്ന് പറയുന്ന വരേണ്യവർഗത്തിനെയാണ്. അത് എന്താണെന്ന് വെച്ചെന്നാൽ, ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ത്യാഗങ്ങൾ വിസ്മരിച്ചു പോയ ഒരു അനന്തര തലമുറയാണ് ഇപ്പോൾ ഭരണത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വിദേശത്തുനിന്ന് ഏത് തരത്തിലുള്ള സഹായം കിട്ടിയാലും മതി. എവിടെ പോയി ഒരാൾ ഇവിടെ നിന്ന് പോയാൽ അത്രയും പണി കൊടുക്കേണ്ടുന്ന, തൊഴിൽ കൊടുക്കേണ്ടുന്ന ബാധ്യത കുറഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അത്തരം മനോഭാവമുള്ള വ്യക്തികൾ ഗവൺമെൻറ്റിൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ ഈ ഗ്ലോബലൈസേഷൻ്റെ പ്രശ്നവുമുണ്ട്. ഒപ്പം തന്നെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നു. വിദേശ നാണ്യങ്ങൾ, വിദേശ നാണ്യ ശേഖരം കൂട്ടുന്നതിന് അത് സഹായകമാണ് എന്ന സാമ്പത്തിക സിദ്ധാന്തവും അതിന് സഹായകമായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു താൽക്കാലികമായ ശാന്തി മാത്രമേ ഉള്ളൂ. ഒരു രാജ്യത്തെ കാണേണ്ടത് ഒരു രാജ്യത്തിൻ്റെ 500 വർഷത്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ തങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങൾ മാത്രമേ ഓരോ ഗവൺമെൻറ്റും അവരുടെ നിർവഹണ ഭാരത്തിൽ ഉൾപ്പെടുത്തി പരിഗണിക്കുന്നുള്ളൂ. ദീർഘവീക്ഷണമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ദീർഘവീക്ഷണമാണ് വേണ്ടതെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. അങ്ങനത്തെ ഒരു വലിയ പദ്ധതി തങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരുമ്പോഴേക്കും അവർ ഭരണത്തിൽ നിന്ന് പോയി. അപ്പോൾ ഭരണത്തിലെ അവ്യവസ്ഥ കൊണ്ട് തങ്ങൾ ഭരിക്കുന്ന കാലത്ത് എങ്ങനെയെങ്കിലും ആ 5 വർഷം തികയ്ക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥാപൂർണമായ ഒരു മനോഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. ആ രീതിയാണ് പലതരത്തിലുള്ള കുഴപ്പങ്ങൾക്കും ഭാരതത്തിൽ കാരണമായിരിക്കുന്നത്. ഇപ്പോൾ വ്യാസൻ ഒരിക്കലും തൊഴിലിൻ്റെ മഹത്വത്തെ നിഷേധിക്കുന്ന ആളല്ല. ഇപ്പോൾ വസിഷ്ഠൻ്റെ തൊഴിലും ഈ വ്യാസൻ്റെ തൊഴിലും, വസിഷ്ഠൻ്റെ തൊഴിലും വിദ്യ ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ തപസ് ചെയ്യുക എന്നുള്ളതാണ്. തപസ് ചെയ്യുന്നതിനെ സാധാരണ നിലയിൽ ഒരു തൊഴിൽ, കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല, അത് പരിശീലനം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, പ്രത്യേക വ്യക്തികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താപസനായ വസിഷ്ഠൻ്റെ വിദ്യ ഉപദേശിക്കുക എന്ന് പറയുന്ന തൊഴിലിനും മറിച്ച്
മൃഗങ്ങളെ കൊന്ന് ഇറച്ചി തൂക്കിക്കൊടുത്ത് ജീവിക്കുന്ന വ്യാധൻ്റെ തൊഴിലിനും അദ്ദേഹം സമാനമായ ആദരമാണ് വ്യാസൻ അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ നമ്മോട് ഉപദേശിക്കുന്നത്. സമാനമായ സാദരം നാം ഈ രണ്ടുപേർക്കും ഒരുപോലെ കൊടുക്കണം. അതുകൊണ്ടാണ് ഒരു മഹാബ്രാഹ്മണനെ പറഞ്ഞയച്ചിട്ട് തത്വോപദേശം വ്യാധനിൽ നിന്ന് നേടിക്കോളൂ എന്ന രീതിയിൽ കഥ ഗ്രഥിച്ചത്.